SIB അഥവാ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ATMന്റെ സ്ക്രീനിൽ മലയാളത്തിൽ വരുന്ന നിർദ്ദേശങ്ങളെ ടച്ച് ചെയ്ത് സെലക്ട് ചെയ്തുകൊണ്ട് എങ്ങനെ SIBയുടെ തന്നെ നമ്മുടെ ATM കാർഡിന്റെ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പിന്ന് ചേഞ്ച് ചെയ്യാം, അതായത് നമുക്ക് ഒരു പുതിയ പിന്ന് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. നമ്മുടെ SIBയുടെ ATM കാർഡിന്റെ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പിന്ന് അത് അറിയാൻ പാടില്ലാത്ത ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പിന്ന് ഉപയോഗിക്കാൻ പേടിയായിരിക്കും. കാരണം ആ ATM കാർഡ് എടുത്തു കൊണ്ടുപോയിട്ട് അയാൾക്ക് ആ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണവശാലോ നമ്മുടെ ആ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പിന്ന് മാറ്റേണ്ടി വരികയാണെങ്കിൽ ഈ രീതിയിൽ പുതിയൊരു പിന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ആകെ വേണ്ടത് നിലവിലുള്ള പിന്ന് നമുക്ക് ഓർമ്മയിൽ ഉണ്ടായിരിക്കണമെന്ന് മാത്രം. ഇങ്ങനെ നമ്മൾ പിന്ന് ക്രിയേറ്റ് ചെയ്യുമ്പോൾ OTP ഒന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ രീതിയിൽ ഒരു ദിവസം തന്നെ എത്ര തവണ വേണമെങ്കിലും നമ്മുടെ പിന്ന് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ യൂസ്ഫുൾ ആയ വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്കൊരു പ്രോത്സാഹനമാണ്. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയറും ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. അടുത്ത് വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് എനേബിൾ ചെയ്യുക. എങ്കിൽ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ യൂസ്ഫുൾ ആയ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ATMൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളും ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിന്റെ തമ്പനയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ്. അതിൽ പ്രസ് ചെയ്ത് വളരെ യൂസ്ഫുൾ ആയ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എന്നാൽ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ATMന്റെ മുന്നിലാണ് നിൽക്കുന്നത്. ആദ്യം നമ്മുടെ ATM കാർഡ് ഈ രീതിയിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ മെഷീനിലേക്ക് ഇൻസർട്ട് ചെയ്യുക. ഇൻസർട്ട് ചെയ്ത ശേഷം കാർഡ് ഒന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മെഷീനിലേക്ക് കാർഡ് ലോക്ക് ആവുന്നതാണ്. ഇനി ട്രാൻസാക്ഷൻ കഴിഞ്ഞിട്ട് സ്ക്രീനിൽ നിർദ്ദേശം വരുമ്പോൾ മാത്രമേ നമ്മൾ കാർഡ് പുറത്തേക്ക് എടുക്കാവൂ. കാർഡ് ഇൻസർട്ട് ചെയ്തത് തന്നെ ഭാഷ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഇതുപോലെ വരുന്നതാണ്. അപ്പോൾ ഞാൻ മലയാളമാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ ഏറ്റവും താഴെയായി കാണുന്ന മലയാളം എന്ന ഓപ്ഷനിൽ ഞാൻ ടച്ച് ചെയ്യുന്നു. ഇത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ATM ആണ്. അപ്പോൾ ഇതിൽ ടച്ച് സ്ക്രീൻ മാത്രമേ ഉള്ളൂ, ബട്ടണുകൾ സൈഡിലില്ല. എന്നാൽ SIBക്ക് ബട്ടണുകളുള്ള ATMകളും ഉണ്ട്. അവയിൽ സ്ക്രീനിന്റെ രണ്ട് സൈഡിലായും കാണുന്ന ആ ബട്ടണുകളെ പ്രസ് ചെയ്തുകൊണ്ടും സ്ക്രീനിലെ ഓപ്ഷനുകളെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഭാഷ സെലക്ട് ചെയ്തതും തന്നെ അടുത്തതായിട്ട് ഇപ്പോൾ സ്ക്രീനിൽ രണ്ട് ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. ഒന്ന് ബ്ലൂ കളറിൽ കാണുന്നുണ്ട്, ഒന്ന് ഗ്രീൻ കളറിലും കാണുന്നുണ്ട്. അപ്പം നമ്മൾ ആ ബ്ലൂ കളറിൽ കാണുന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. എനിക്ക് എൻ്റെ ATM പിൻ അറിയാം, തുടരുക എന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ആ ഓപ്ഷന് മുകളിൽ ടച്ച് ചെയ്യുന്നു. ഇപ്പം അടുത്തതായിട്ട് ദയവായി താങ്കളുടെ പിന്ന് രേഖപ്പെടുത്തുക എന്ന് കാണിച്ചിരിക്കുന്നു. അതായത് നമ്മളിപ്പോൾ ATM കാർഡിന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പിന്നുണ്ടല്ലോ, അതാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ കാണിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ മെഷീനിന്റെ താഴെയായി വരുന്ന കീപാഡിൽ എൻ്റെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തതായിട്ട് സ്ക്രീനിൽ ഇത്രയും ഓപ്ഷനുകൾ വരുന്നതാണ്. ഇവിടെ സ്ക്രീനിന്റെ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ നിന്ന് താഴേക്ക് രണ്ടാമതായി കാണുന്ന പിൻ മാറ്റുവാൻ എന്ന ഓപ്ഷനാണ് നമ്മൾ ഇനി സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ പിൻ മാറ്റുവാൻ എന്ന ഓപ്ഷനിൽ ഞാൻ ടച്ച് ചെയ്യുന്നു. ഇപ്പൊ അടുത്തതായിട്ട് താങ്കളുടെ പുതിയ പിൻ രേഖപ്പെടുത്തുക എന്ന് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നു. അതായത് നമ്മളിപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പിന്നിന് പകരം നമ്മൾ പുതിയതായിട്ട് ഒരു പിന്ന് ക്രിയേറ്റ് ചെയ്യാൻ വന്നതാണല്ലോ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ പുതിയ പിൻ എത്രയാണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ നിലവിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പിന്നിന് പകരം മറ്റൊരു പുതിയ പിന്ന് ഇവിടെ കീപാഡിൽ ടൈപ്പ് ചെയ്യുന്നു. ഇപ്പൊ സ്ക്രീനിൽ താങ്കളുടെ പുതിയ പിൻ പുനർ രേഖപ്പെടുത്തുക എന്ന് കാണിച്ചിരിക്കുന്നു. അതായത് ഞാൻ ഇപ്പൊ ടൈപ്പ് ചെയ്ത് കൊടുത്ത പുതിയ പിൻ ഉണ്ടല്ലോ, അത് തന്നെ ക്രമം തെറ്റാതെ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ച പിന്ന് തന്നെയാണ് ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അപ്പൊ വീണ്ടും ആ പുതിയ പിന്ന് തന്നെ ക്രമം തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഇടപാട് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് സ്ക്രീനിൽ കാണിക്കുന്നു. ഇപ്പൊ അടുത്തതായിട്ട് താങ്കളുടെ പിൻ മാറ്റിയിരിക്കുന്നു എന്ന് സ്ക്രീനിൽ വന്നിരിക്കുന്നു. അങ്ങനെ ഞാൻ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പിന്ന് മാറ്റി ഞാനൊരു പുതിയ പിന്ന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി മുതൽ ഏതൊരു ട്രാൻസാക്ഷനും ഞാൻ പഴയ പിന്നല്ല ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്, ഇപ്പൊ ഞാൻ ക്രിയേറ്റ് ചെയ്ത പുതിയ പിന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മുടെ ATM കാർഡ് മെഷീനിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോകുന്നു. മറക്കാതെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. വീണ്ടും യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. ബൈ.